പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരിക്കൽ കൂടി ഹിയർ വിത്ത് രാജ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒരു സംഭവത്തിൻ്റെ കഥാരൂപമാണ്. ജൂലിയ ലോറൻ ഹിൽ അമേരിക്കയിലെ ഒരു പാരിസ്ഥിതിക പ്രവർത്തകയായിരുന്നു, ലേഖികയാണ്. അവരെക്കുറിച്ചാണ് ഈ കഹാനി, അവരെക്കുറിച്ചാണ് ഈ കഥയിൽ പ്രതിപാദിക്കുന്നത്. ഈ കഥ എഴുതിയത് നേഹ സിംഗ് ആണ്. प्यारे बच्चों, आज हम एक ऐसी कहानी पढ़ने जा रहे हैं. जूलिया लॉरेन हिल अमेरिका के एक पर्यावरण कार्यकर्ती और लेखिका है. उनकी एक घटना को कहानी के रूप में यहाँ बताया गया है. यह कहानी का नाम है जूलिया और लूना. इस कहानी के रचयिता हैं नेहा सिंह. एक दिन क्या होता है, एक हट्टा कट्टा आदमी एक पेड़ को काटने के लिए पहुंचता है. उस समय एक लड़की ये देखती है और लड़की दौड़कर उस पेड़ पर चढ़ जाती है और कहती है मैं इस पेड़ से नहीं उतरूंगी. तो धमकाता है, चिल्लाता है, लेकिन लड़की नहीं मानती है. लड़की कहती है मैं इस पेड़ से नहीं उतरूंगी. ഒരു നാൾ ഒരു ഭീമാകാരനായ ഒരാൾ ഒരു മരം വെട്ടാനായിട്ട് വരുന്നു. ഇത് കണ്ട ഒരു പെൺകുട്ടി ഓടി ആ മരത്തിൽ കയറുന്നു. അയാൾ ഒരുപാട് ആ പെൺകുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. പക്ഷെ ആ പെൺകുട്ടി പേടിക്കുന്നില്ല, അവൾ ഇറങ്ങുന്നില്ല. അവൾ പറയുന്നു ഞാൻ എന്തായാലും ഇവിടുന്ന് ഇറങ്ങുന്നില്ല. അപ്പോൾ ആ മനുഷ്യൻ എന്താ ചെയ്യുക, എപ്പോഴെങ്കിലും ഇറങ്ങുമല്ലോ എന്ന് പറഞ്ഞ് ആ മരത്തിന്റെ ചുവട്ടിലിരിക്കുന്നു. ലड़की के इंतजार में वो पेड़ के नीचे बैठा रहा. പക്ഷെ പെൺകുട്ടി ഇറങ്ങിയില്ല. ഒരാഴ്ചയായി, രണ്ടാഴ്ചയായി, മാസങ്ങൾ കഴിഞ്ഞിട്ടും അവള് താഴേക്ക് ഇറങ്ങി വന്നില്ല. लोगों को जब ये पता चला तो उसके लिए लोग खाना, पानी, സ്റ്റൗ, കിതാബ്, ഗദ്ദ, കമ്പൽ, കപ്പടെ സബ് ലേ. ആളുകൾ ഇത് അറിഞ്ഞു. ഒരു പെൺകുട്ടി മരത്തിൽ കയറി ഇരിക്കുകയാണ്. ആഴ്ചകളായി, മാസങ്ങളായി. ഈ സംഭവം അറിഞ്ഞ ആളുകൾ അവളെ സഹായിക്കാൻ വേണ്ടി അവൾക്ക് കഴിക്കാനുള്ള ആഹാരം, വെള്ളം, ആഹാരം പാകം ചെയ്യാൻ സ്റ്റൗ, കിതാബ്, പുസ്തകങ്ങൾ, പിന്നെ കമ്പിളി, വസ്ത്രങ്ങൾ എല്ലാം കൊണ്ടുവന്നു. പക്ഷെ അവരോടൊക്കെ നന്ദി പറഞ്ഞിട്ട് ആ പെൺകുട്ടി ആ മരത്തിൽ ഒരു കിളിയെ പോലെ തന്നെ വീടുണ്ടാക്കി താമസിക്കാൻ തുടങ്ങി. अपने लिए सहायता करने वाले लोगों को शुक्रिया कहकर लड़की एक चिड़ियों के समान उस पेड़ में रहने लगी. बारिश आई, सर्दी आई, ഭയങ്കര ആന്തി തൂഫാനായ, ബർഫ് പടി, എന്തൊക്കെയാ സംഭവിച്ചത്? മഴ പെയ്തു, കൊടുങ്കാറ്റടിച്ചു, മഞ്ഞ് പെയ്തു, മൂടൽ മഞ്ഞായി. പക്ഷേ ആ മരം ആ പെൺകുട്ടിയെ രക്ഷിച്ചു നിർത്തി. പെൺകുട്ടി ആ മരത്തെ പേടിനെ ലड़की ബച്ചായ രഖ और लड़की ने पेड़. ഇടയ്ക്ക് പെൺകുട്ടിയെ മരങ്ങളിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ കഥ പറഞ്ഞു തരട്ടെ? തോവെ ആ മരങ്ങൾ എന്ത് ചെയ്യും? തലയാട്ടി ഇലകളൊക്കെ അനക്കി അതിന് സമ്മതം മൂളുമായിരുന്നു. लड़की वहां बैठे पेड़ों से बातें करते रहती थी, उनको कहानियां सुनाती थी. हट्टे कट्टे आदमियों के सेठ ने അജീബോ ഗരീബ് തർക്കീബ് ലഗായി. എന്താ സംഭവിച്ചത്? ഈ മരം വെട്ടാൻ വന്ന ആള്, അയാളുടെ മുതലാളി പല വിചിത്രമായ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. എന്തായിരുന്നു? ലൗഡ് സ്പീക്കർ കൊണ്ട് ഇയാൾ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുക, എന്നിട്ട് മരത്തിന്റെ മുകളിൽ ഹെലികോപ്റ്റർ കൊണ്ട് കറക്കുക. രാത്രി മുഴുവൻ ഇങ്ങനെ ആ പെൺകുട്ടിയെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. പക്ഷേ അവൾ ഒരിക്കലും എന്ത് ചെയ്തില്ല, ആ മരങ്ങളെ വിട്ട് അവിടെ നിന്ന് പോയില്ല. देखो ये जो लकड़हारा है, जो पेड़ काटने आया, उसके सेठ ने अजीबो गरीब तरकीब निकाली. अजीबो गरीब मीन्स विचित्रമായിട്ടുള്ള ഓരോ ഉപായങ്ങൾ. उसने क्या किया, लाउड स्पीकर से पेड़ के नीचे से आवाज बनाई, हेलीकॉप्टर को ऊपर से चलाया, लेकिन लड़की नहीं मानी. ഈ മരവും പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധം ലോകം മുഴുവൻ അറിഞ്ഞു. ആളുകളൊക്കെ മരത്തിന്റെ ചുവട്ടിൽ ഒത്തുകൂടാൻ തുടങ്ങി. അവസാനം ഈ ആളുകളുടെ കൂട്ടം കഴിഞ്ഞപ്പോൾ ഈ മരം വെട്ടാൻ വന്നവരും അവരുടെ കൂട്ടാളിയും പേടിച്ചുപോയി. ഏ അനോഖി दोस्ती के बारे में पूरी दुनिया जानने लगी, तो लोग उसे देखने के लिए पेड़ के नीचे आने लगे. जब वहां लोग इकट्ठा हुए तो पेड़ काटने वाला और उसके सेठ और जितने भी दोस्त थे सब डर गए. फिर क्या हुआ, 738 दिनों तक पेड़ काटने का इंतजार करने के बाद एक दिन वे आदमी चुपचाप वहां से जाने. 738 ദിവസം ആ മരത്തിന് കാവൽ നിന്ന് ആ മനുഷ്യൻ, ആ മരം വെട്ടുകാരൻ പിന്നീട് ഒന്നും പറയാതെ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. പോകുന്നതിന് മുൻപ് ഈ പെൺകുട്ടി അടുത്ത് പറയുകയാണ്, എന്താ വാദാ കരോ യഹാ കെ കിസി ബി പേട് കോ കഭി നഹീ കാട്ടോഗെ. ഇവിടെയുള്ള ഒരൊറ്റ മരങ്ങളും താൻ ഇനി മുറിക്കില്ല എന്ന് എന്നോട് സത്യം ചെയ്യണമെന്ന് പറഞ്ഞു. അയാളത് കേട്ടു. സാരേ പേട് ബച്ച് ഗേ, എല്ലാ മരവും രക്ഷപ്പെട്ടു. ആ പെൺകുട്ടിയുടെ പേര് നിങ്ങൾക്ക് അറിയണ്ടേ? ആ പെൺകുട്ടിയാണ് ജൂലിയ. അവളിരുന്ന ആ മരത്തിന്റെ പേരാണ് ലൂണ. ഇന്നും അവർ നല്ല കൂട്ടുകാരായി കഴിയും. മനസ്സിലായോ മക്കളെ? ഇതിന്റെ യഥാർത്ഥ ചിത്രങ്ങളൊക്കെ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അതും കൂടി കാണാം. പാഠത്തിന്റെ ആശയം നന്നായി മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഇനി പാഠത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഇതാ നോക്കൂ, കഹാനി കെ ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖെ. ഈ കഥയെ ബേസ് ചെയ്തുള്ള പ്രസ്താവനകളാണ്. അതിലെന്താണ് ശരി എന്നുള്ളത് മാത്രം തിരഞ്ഞെടുത്തെഴുതുക എന്നാണ് ചോദ്യം. ലड़की ने चुनौतियों का सामना किया, लड़की ने विपत्ति में पेड़ को छोड़ दिया,
लड़की ने जीवन की सुविधाएं छोड़ दी, लड़की सेठ के अजीबो गरीब तरकीबों से डर गई, लड़की अपनी दोस्ती पर अटल रही. നമുക്കിനി നോക്കാം. നോക്കൂ, ഇതാണ് സഹി പ്രസ്താവ്. लड़की ने चुनौतियों का सामना किया, लड़की ने जीवन की सुविधाएं छोड़ दी, लड़की अपने दोस्ती पर अटल रही. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. नमूने के अनुसार वाक्यों का पुनर्लेखन करें. मैं नहीं उतरूंगी, लड़की चिल्लाई कि मैं नहीं उतरूंगी. ഇതിൽ നോക്കൂ, പഹലെ വാക്യ और दूसरे वाक्य के अर्थ में क्या कोई अंतर है? ഒന്നാമത്തെ വാക്യവും രണ്ടാമത്തെ വാക്യവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? दोनों वाक्यों की संरचना में क्या अंतर है? നീ രണ്ട് വാക്യങ്ങളുടെയും ഘടനയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നോക്കാം. നോക്കൂ, दूसरे वाक्य में की शब्द का प्रयोग किया गया है. ശരിയല്ലേ? രണ്ടാമത്തെ വാക്യത്തിൽ കീ എന്ന വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. ഇൻമേ ദോ അംശേ, ശ്രദ്ധിച്ചറിയാം, രണ്ട് ഭാഗങ്ങളാണ് ഇതിൽ വാക്യത്തിൽ. ഏക് ഉദ്ധരൺ ചിഹ്ന കെ സാത്ത് और दूसरा ഉദ്ധരൺ ചിഹ്ന കെ ബിനാ. ഒന്ന് ഇൻവെർട്ടഡ് കോമയ്ക്കകത്തുള്ള വാക്കും മറ്റൊന്ന് അതില്ലാത്ത വാക്കും. വാക്യ കാ ജോ ഭാഗ് ഉദ്ധരൺ ചിഹ്ന കെ ബിനാ ഹൈ ഉസ്കോ പഹലെ ലിഖ്നാ ഹൈ. എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇൻവെർട്ടഡ് കോമ ഇല്ലാത്ത ആ വാക്കിന് വേണം ആദ്യം എഴുതാൻ, എന്നിട്ട് അതിനുശേഷം കീ ചേർക്കണം. എന്താ ചെയ്യേണ്ടത്? ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് എഴുതിയിരിക്കുന്ന വാക്യഭാഗത്തെ ഇൻവെർട്ടഡ് കോമ ഇല്ലാതെ കീക്ക് ശേഷം നമ്മൾ എഴുതണം. മനസ്സിലായോ? ഇതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കിയാലോ. ആദ്മിയോനെ സോച്ച ആഖിർ കഭി തോ ഉത്തരേഗി തബ് കാटेंगे पेड़ को. कहानी सुनकर सुना, कहानी पढ़कर सुनाऊं कभी लड़की पेड़ से पूछती, तुम हमारी दोस्ती कभी नहीं तोड़ पाओगे, लड़की ने कहा. लड़की ने बताया, वादा करो यहाँ के किसी भी पेड़ को कभी नहीं काटोगे. അപ്പൊ നേരത്തെ പറഞ്ഞ ആ രീതി അനുസരിച്ച് നമുക്ക് ഇതിനെ മാറ്റാമല്ലോ. നോക്കൂ, ആദ്മിയോനെ സോച്ച कि आखिर कभी तो उतरेगी तब काटेंगे पेड़ को. कभी लड़की पेड़ से पूछती कि कहानी पढ़कर सुनाऊं, लड़की ने कहा कि तुम हमारी दोस्ती कभी नहीं तोड़ पाओगे. लड़की ने बताया कि वादा करो यहाँ के किसी भी पेड़ को कभी नहीं काटोगे. മനസ്സിലായോ? അടുത്ത പ്രവർത്തനം നോക്കാം. തയ്യാർ കരെ. जूलिया और लूना की अनोखी दोस्ती का हिस्सा दुनिया भर में मशहूर हो गया. कहीं कहीं लूना के संरक्षण पर पोस्टर निकलने लगे. आप भी लूना के संरक्षण पर പോസ്റ്റർ തയ്യാർ കരെ. പോസ്റ്ററാണ്. നമുക്കറിയാം, ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. പോസ്റ്റർ തയ്യാർ കർത്തേ വക്ത് സൂചിത് ആശയ ഹോനാ ചായി. അതായത് നമ്മൾ ഏത് വിഷയമാണോ അടിസ്ഥാനപ്പെടുത്തി പോസ്റ്റർ തയ്യാറാക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് ആശയം അവിടെ ഉണ്ടായി. ഛോട്ടെ വാക്യ യാ വാക്യാംശമേ ലിഖേ. ചെറിയ വാക്കിലോ ചെറിയ വാക്യാംശത്തിലോ വേണം പോസ്റ്ററിൽ കാര്യങ്ങൾ എഴുതാൻ. ബഡേ ആശയക്കോ ഛോട്ടെ പ്രഭാവശാലി വാക്യോമേ ലിഖ്. ബഡേ ആശയ യാനി വലിയ ആശയങ്ങളൊക്കെ അതേപോലെ എഴുതുകയല്ല, അതിനെ ചെറുതായിട്ട് നല്ല ശക്തിയുള്ള ഭാഷയിൽ വേണം നമ്മൾ എഴുതാനുള്ളത്. പിന്നെ നമ്മൾ എഴുതുന്ന ഭാഷ എങ്ങനെയായിരിക്കണം? ഭാഷ സരൽ സ്പഷ്ട और പഠനീയ होना चाहिए. മറ്റുള്ളവർ വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകുന്നതായിരിക്കണം ഭാഷ. ആകർഷക് കേവൽ ചിത്ര ബനാനെ നഹി. ചിത്രങ്ങൾ കൊണ്ട് ഒരു ആകർഷകമാക്കാൻ നിൽക്കരുത്. ചിത്രങ്ങൾ മാത്രമല്ല ആകർഷകം, പിന്നെയോ ലേഔട്ട് ബി ഹോ. ഒരു നല്ലൊരു ലേഔട്ട് വേണം, അതിൻ്റെ ഒരു രൂപഘടന ഉണ്ടായിരിക്കണം. ശബ്ദമൊക്കെ ആക്കാർ, നാം എഴുതുന്ന വാക്കുകളുടെ ആകൃതി, ഹെഡിങ്ങിന് ആ രീതിയിലുള്ള ഒരു കനം കൊടുക്കുക, ഹെഡ് തൊട്ട് താഴെയുള്ളത് അതനുസരിച്ചുള്ളതാ. ഇപ്പം ലിഖാവട്ട്, നമ്മുടെ എഴുത്ത്, വിന്യാസ്, മൊത്തത്തിൽ ആ പോസ്റ്ററിൽ നമ്മൾ കാര്യങ്ങൾ വിന്യസിച്ചിരിക്കുന്നത്, അതിൻ്റെ ഘടന കൊടുത്തിരിക്കുന്നത്, നിറങ്ങൾ ചേർത്തിരിക്കുന്നത്, और खाली स्थान का उपयोग, അതിൻ്റെ ഖാലി സ്ഥാൻ का उपयोग, പോസ്റ്ററിൻ്റെ ഒരു ഭാഗവും മുഴിഞ്ഞു പോകാതെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് പോസ്റ്റർ വരയ്ക്കുകയല്ല, മറിച്ച് ആ പോസ്റ്ററിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങളൊക്കെ എഴുതി. അപ്പോൾ ഇത് നോക്കി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? പോസ്റ്റർ തയ്യാറാക്കാൻ. അപ്പം അങ്ങനെ തയ്യാറാക്കിയിട്ടുള്ള ഒരു പോസ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് കാണാം. നോക്കൂ, അടുത്തത് ഒരു വാർത്താലാപാണ്. ജൂലിയയും സേഠ് കെ ബീച്ച് കാ വാർത്താലാപ്. ഈ വാർത്താലാപ് അതായത് ബാത്ചീത്ത് ലിഖ്തേ സമയം കിൻ കിൻ ബാത്തോ പർ ധ്യാൻ ദേനാ ചാഹിയെ. നമ്മളൊരു വാർത്താലാപ് എഴുതുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് സംവാദവുമേ ഏറ്റവും പ്രധാനപ്പെട്ടത് വാർത്താലാപ് പ്രസംഗാനുകൂലായിരിക്കണം, അതായത് സന്ദർഭത്തിനനുസരിച്ചതായിരിക്കണം. പ്രസംഗാനുകൂൽ. പിന്നെ സംവാദവുമേ ആപസി സംബന്ധ ഹോനാ, പറയുന്ന വാക്കുകൾക്ക് പരസ്പര ബന്ധമുണ്ടായിരിക്കണം. സഹജ ഭാഷാക്ക പ്രയോഗം, വളരെ ലളിതമായ ഭാഷ, സഹജമായ സ്വാഭാവികമായ ഭാഷ വേണം പ്രയോഗിക്കാൻ. പിന്നെ സംസാരം, ഇവരുടെ
ബാച്യത്തെ മുന്നോട്ട് നയിക്കുന്നത് സ്വാഭാവികമായിട്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്തൊക്കെ വരുത്താം? ഈ സേഠ് ജൂലിയയെടുത്ത് മരത്തിൽ നിന്നും ഇറങ്ങാനുള്ള പ്രേരണയാവാം. ജൂലിയ അതിനെ എതിർത്തുകൊണ്ട് പറയുന്നതാവാം. അവസാനം ജൂലിയ അയാളോട് വാക്ക് തരാൻ പറയുന്നു, മരങ്ങളെ ഇനി മുറിക്കില്ല എന്ന്. സേഠ് എന്ത് ചെയ്യുന്നു? ആ വാക്ക് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഈ ആശയങ്ങളൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒരു നല്ലൊരു വാർത്താലാപ് തയ്യാറാക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ അടുത്ത വീഡിയോ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക്